നമുക്കേവർക്കും വലിയ സന്തോഷമുളവാക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അത് നമ്മുടെ പ്രധാനമന്ത്രി ആവിഷ്കരിച്ച ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ്, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് വികസിച്ചു വന്ന ഒരു വിഷയമാണ്. മറ്റൊന്നുമല്ല, ഒരു യാത്രാ വിമാനം പരിപൂർണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിക്കുന്നു. ഇതാദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരു നിർമ്മാണം നടക്കുന്നത്. റഷ്യയുമായിട്ട് ചേർന്നാണ് ഈ പദ്ധതി നമ്മുടെ ഗവൺമെൻറ് ഈ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന വാർത്ത, ഇന്നലെ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ട് റഷ്യയുടെ ഗവൺമെൻറ് കമ്പനിയായിട്ടുള്ള UAV എന്ന് പറയുന്ന കമ്പനി, USC എന്ന് പറയുന്ന കമ്പനി ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ധാരണാപത്രം ഒപ്പിട്ടു. അതനുസരിച്ചിട്ട് സുഖോയുടെ സൂപ്പർ ജെറ്റ് 100 എന്ന് പറയുന്ന ഒരു വെറൈറ്റി വിമാനമുണ്ട്. അപ്പോൾ ഈ സൂപ്പർ ജെറ്റ് 100 2008 തൊട്ട് ഫ്ലൈയിങ്ങിലുള്ള ഒരു വിമാനമാണ്. പക്ഷേ അതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ റിനോവേഷൻസും ഇന്നോവേഷൻസും ഒക്കെ അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. എൻജിനിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ പുതിയ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പഴയ എൻജിനുകളുടെ ഒരു സ്യൂട്ടബിലിറ്റി സംശയം വന്നപ്പോഴത്തേക്കാണ് അവർ സഫ്രാൻ എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയായിട്ട് അവർ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ത്യക്ക് സഫ്രാനുമായിട്ട്, റഷ്യയുമായിട്ട് മാത്രമല്ല, ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. സഫ്രാനുമായിട്ട് നേരത്തെ നമുക്ക് ബന്ധമുണ്ട്. ഇത് സഫ്രാനും റഷ്യയും തമ്മിലുള്ള ജോയിൻറ്റ് വെഞ്ചറാണ്. ഈ എഞ്ചിൻ ഡെവലപ്പ് എന്നിട്ട് അത് ഇന്ത്യയിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ള ഒരു പ്രപ്പോസലിൽ മാത്രമേ. കാര്യം നേരത്തെ നമുക്ക് ഒരു സംശയം കൂടെ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു വലിയ നിക്ഷേപമാണല്ലോ. വലിയ നിക്ഷേപമാണ്. നമ്മൾ ഇതിനകത്ത് നമ്മൾ അമേരിക്കയ്ക്കൊക്കെ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഇരട്ടച്ചുങ്കവും ഇറക്കുമതി തീരുവയൊന്നും അടുത്ത കാലത്തൊന്നും കോംപ്രമൈസ് ആവില്ല എന്ന് വ്യക്തം. ഇല്ല, നമ്മളവിടെ മത്സരിക്കാൻ പോകുന്നത് ബോയിങ് കമ്പനിയുമായിട്ടാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. ബോയിങ് എയർബസ് ശ്രേണിയിൽ HAL എത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാര്യം ലോകത്ത് സ്വന്തമായിട്ട് പാസഞ്ചർ വിമാനങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് കമ്പനികളേ ഉള്ളൂ. ഒരു എലൈറ്റ് ഗ്രൂപ്പാണ്. അതെ, അതിൽ ഇന്ത്യ ഒരു മൊണോപ്പൊളി തന്നെ എന്ന് പറയാം. ഇത് അവരുടെ ഒരു ഡ്യൂപ്പോളിയാണ്. ഇവർ രണ്ടുപേരെ ഉള്ളൂ യഥാർത്ഥത്തിൽ. ബോയിങ്ങും എയർബസും മാത്രമേ ഉള്ളൂ. ആ ഫീൽഡിലാണ് ഇന്ത്യ കടന്നു ചെല്ലുന്നത്. ഈ ചിലതൊക്കെ നമുക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ പറഞ്ഞതുപോലെ സ്വകാര്യ മേഖലയുമായിട്ട് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്, അതാണ് അതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം. ചിലർക്കുണ്ടാവുന്ന ദുരിതം നമുക്ക് ഗുണമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാര്യം റഷ്യ ഒരിക്കലും അവരുടെ പ്ലാന്റുകൾ ഇന്ത്യക്ക്, അവരുടെ രാജ്യത്തിന് വെളിയിൽ പോകാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഈ ഇപ്പോൾ നടന്നു വരുന്ന ഉക്രൈനുമായിട്ടുള്ള യുദ്ധം കാരണം ലോക രാജ്യങ്ങൾ സാങ്ഷൻ ഉപരോധം ഏർപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് എണ്ണ വിലക്കുറവിന് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് എണ്ണയിൽ വലിയ വിലക്കുറവുണ്ട്. റഷ്യയിൽ നിന്ന് വിലക്കയറ്റം ഉണ്ടായിട്ടില്ല. അതിൻ്റെ വലിയ കാര്യം. അപ്പോൾ അതേപോലെ ഈ എൻജിൻ ടെക്നോളജിയും വിമാനങ്ങളുടെ ടെക്നോളജിയും അവർക്ക് അവിടുന്ന് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇന്ത്യക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാൻ നിലനിൽക്കുന്നു. അതേസമയം ഇന്ത്യയുമായിട്ട് ചേർന്ന് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ടെക്നോളജി ഇങ്ങോട്ട് കൊണ്ടുവന്ന, അതെ, ടെക്നോളജിയും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടല്ല, അവർ മറ്റ് വിമാനങ്ങളുടെ അവർക്ക് സ്വാഭാവികമായിട്ടും കച്ചവടം ഇന്ത്യയുമായിട്ട് മാത്രമായിരിക്കില്ല, മറ്റു പല രാജ്യങ്ങളായിരിക്കും. പക്ഷേ നമുക്ക് ടെക്നോളജി കിട്ടാൻ ഇതൊരു കാരണമായി എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. ഈ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ എല്ലാം കൊണ്ടും നമുക്കത് ഗുണമായി. അതെ, അതുമല്ല, സഫ്രാൻ എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ പാർട്ണറല്ല. സഫ്രാൻ നമ്മുടെ ആംഗ പ്രൊജക്റ്റിനും മറ്റു പ്രൊജക്റ്റുകൾക്കൊക്കെ ആയിട്ട് അവർ ഓൾറെഡി നേരത്തെ തന്നെ ഇന്ത്യയുമായിട്ട് ഒരു ടൈപ്പ് ഉള്ള രാജ്യമാണ്, മാത്രമല്ല ഉള്ള കമ്പനിയാണ്. മാത്രമല്ല അവർക്ക് തെലങ്കാനയിൽ 2 സബ്സിഡിയറീസ് ഇപ്പോഴും തന്നെ ഉണ്ട് ഈ മേഖലയിൽ. അപ്പോൾ പുതുതായിട്ട് നമ്മളൊന്നും ചെയ്യുന്നു എന്ന് കണക്കാക്കണ്ട. അവരുടെ തന്നെ നിലവിലുള്ള ഫെസിലിറ്റികളിൽ വിമാനങ്ങൾ ഉണ്ടാക്കാനും
HAL-ലുമായിട്ട് ജോയിൻ ചെയ്ത് അവർക്ക് പല പ്രവൃത്തികളിലും ഏർപ്പെടാനും സാധിക്കും. അവർ നമ്മൾ ഉപയോഗിക്കുന്നത് സഫ്രാൻ്റെ പവർ ജെറ്റ് SAM 146 എന്ന് പറയുന്ന എഞ്ചിനാണ് അവർ ഈ വിമാനത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത്. 100 തൊട്ട് 110 പേർക്ക് വരെ ഈ വിമാനത്തിൽ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം. അങ്ങനെ ഒരു ചേഞ്ച്, ഇതൊരു ഗെയിം ചേഞ്ചർ ആവുമെന്നാണ് എയറോനോട്ടിക്കൽ വിദഗ്ധർ പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉഡാൻ എയർ കണക്ടിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ അവർ നോക്കുന്നത് ചെറുനഗരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 80 തൊട്ട് 100 യാത്രക്കാർക്ക് വരെ യാത്ര ചെയ്യാവുന്ന ചെറിയ വിമാനങ്ങൾ, ചെറിയ റൂറൽ ഏരിയയിൽ, ഇപ്പോൾ നമ്മൾ അർബൻ ഏരിയ റൂറൽ ഏരിയ എന്ന് പറയുമ്പോൾ പോലെ വിമാനങ്ങളുടെ റൂറൽ ഏരിയയാണ് ചെറിയ സിറ്റികൾ. ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ സിറ്റികളിലൂടെ ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ഒരു ചെറിയ സിറ്റിയാണ്. അപ്പം ഈ കണ്ണൂർ, കോയമ്പത്തൂർ കണ്ണൂർ അവർ കൊടുത്തേക്കുന്ന ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അവർ ഇന്റർനാഷണൽ അല്ല, ഈ ചെറിയ ഡൊമസ്റ്റിക് എയർപോർട്ടുകളുണ്ട്. അപ്പോൾ അവയെ തമ്മിൽ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഉഡാൻ കണക്ടിവിറ്റിയുടെ ഒരു പ്രധാന ലക്ഷ്യം. അതിന് 200ഓളം വിമാനങ്ങളുടെ ഓർഡർ ഇപ്പോഴും തന്നെ നമ്മുടെ പെൻഡിങ് ആണ്. നമ്മളിൽ ബയറില്ല. നമ്മൾ ആരെന്നാണ് ബൈ ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. അതായത് ഇവിടുന്ന് വാങ്ങണം. ഇതേ നമ്പർ എയർക്രാഫ്റ്റുകൾ നമുക്ക് എയർഫോഴ്സിനും ആവശ്യമുണ്ട്. കാര്യം എയർഫോഴ്സിനും ചെറിയ യാത്രാ വിമാനങ്ങളില്ല. യാത്രാ വിമാനങ്ങളും പട്ടാളക്കാരെ കൊണ്ടുപോകാനും വരാനും സാധനങ്ങൾ കൊണ്ടുപോകാനും പിന്നെ ഇവാക്യുവേഷൻ ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളും ആയുധങ്ങൾ എത്തിക്കാനും ഒക്കെ എല്ലാം നമുക്ക് ചെറിയ വിമാനങ്ങൾ ഒരുപാട് ആവശ്യമുണ്ട്. അതും ഇന്ത്യയിലില്ല. ഇതിനു മുമ്പ് നമ്മളൊരു പാസഞ്ചർ വിമാനം ഏകദേശം നമ്മൾ 2-3 തവണ അതിൻ്റെ പ്രോട്ടോടൈപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തായിരുന്നു. പക്ഷേ അത് ഇതുവരെയും പറക്കാൻ തയ്യാറായിട്ടില്ല. അത് ആദ്യത്തെ ഇന്ത്യയുടെ സ്വന്തം യാത്ര തുടങ്ങാൻ പോകുന്നത് 2027 ഡിസംബറിലായിരിക്കും എന്നാണ് കണക്കുകൂട്ടൽ. അത് നാഷണൽ എയറോസ്പേസ് ലിമിറ്റഡും CSIR-ഉമായിട്ട് ചേർന്നിട്ട്, അതായത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. പക്ഷേ അതിൻ്റെ ഡിസൈനിങ്ങും ടെസ്റ്റിങ്ങും എല്ലാം നാഷണൽ എയറോസ്പേസ് ലിമിറ്റഡിൻ്റെ കീഴിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുവരെയും ചെയ്തിട്ടില്ല. സരസ് എന്നാണ് അതിൻ്റെ പദ്ധതിയുടെ പേര്. അതിൽ 20 തൊട്ട് 50 വരെ യാത്രക്കാരാണ് ഒരു വളരെ ചെറിയ വിമാനമാണ്. അപ്പോൾ 20-50 എന്ന് പറയുമ്പോഴത്തേക്ക് യാത്രക്കാരുടെ എണ്ണം കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ റേഞ്ച് കുറയും, കൂടുതൽ ദൂരം പോകാൻ പറ്റും. അതിൻ്റെ വെയിറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു വിമാനത്തിന് ഒരു സപ്ലിമെൻ്റ് ആയിട്ടാണ് നമ്മുടെ ഈ സുഖോയ് സൂപ്പർ ജെറ്റ് വരുന്നത്. സുഖോയ് ആൾറെഡി നമുക്കറിയാം, ഇന്ത്യയുടെ തന്നെ ഇപ്പോൾ നിലവിലുള്ളതിൽ സുഖോയും റഫാലുമാണ് ഇന്ത്യയുടെ മുൻനിര പോർ വിമാനങ്ങൾ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഈ സുഖോയിയുടെ വിമാനവും MiG-21ഉം MiG-27ഉം ഒക്കെ നിർമ്മിക്കാൻ HAL ലൈസൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ആബ്രോ എന്ന് പറയുന്ന വിമാനം നിർമ്മിക്കാൻ ലൈസൻസ് ഉണ്ടായിരുന്നു 88 വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇതുവരെയും യാത്രാ വിമാനങ്ങൾ ഒരു ശരിക്കും പറഞ്ഞ ഒരു 3 പതിറ്റാണ്ടിന് ശേഷം നമ്മൾ ഈ മേഖലയിൽ നടത്തുന്ന ഒരു വലിയ കുതിപ്പാണ്. അപ്പം അതിൻ്റെ ആ ടെക്നോളജിയും നമുക്ക് പുതുതായിട്ട് കിട്ടും. ഒരു പക്ഷേ നമ്മുടെ ഈ വ്യോമഗതാഗത മേഖലയുടെ രൂപവും ഭാവവും അടിമുടി മാറ്റുന്ന ഒരു തലത്തിലേക്കാണ് നമ്മൾ. ഇന്ത്യ അതിനകത്തൊരു ബിഗ് പ്ലെയർ ആവാനുള്ള ഒരു സാധ്യത. കാര്യം ഈ ബോയിങ്ങും എയർബസും ഒക്കെ എങ്ങനെയാണോ ഈ എന്താ പറയണ്ട അമേരിക്ക ഇപ്പം വിമാന എഞ്ചിനുകൾ ഉണ്ടാക്കുന്നത്, അതുപോലെ അവർക്ക് ബ്രിട്ടനിലും അവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ യൂറോപ്പിലെയും അല്ല അമേരിക്കയെയും എങ്ങനെയാണോ ഇവർ അതിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നത്, അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കാൻ ഈ ഒരു ചുവടുവയ്പ്പിലൂടെ, ഈ വിമാന നിർമ്മാണ തീർച്ചയായിട്ടും പുതിയ ചുവടുവയ്പ്പിലൂടെ സാധിച്ചു. മാത്രമല്ല നമ്മളത് സക്സസ്ഫുള്ളായിട്ട് നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ നമ്മളെ ബയേഴ്സും ഒരുപാട് പേരുണ്ട്. ഇപ്പം ഫിലിപ്പീൻസ് ചെറിയ രാജ്യങ്ങളല്ല, ബ്രസീലിൽ നിന്നും അവരുടെ കപ്പാസിറ്റി, അവർ എംബ്രയർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു കമ്പനി ഉണ്ട്. പക്ഷേ ആ കപ്പാസിറ്റി ഒന്നും അവർക്ക് പോരാ. വർദ്ധിച്ചു വരുന്ന വിമാനങ്ങളുടെ റിക്വയർമെൻറ്റും പഴയ വിമാനങ്ങൾ ഫേസ് ഔട്ട് ചെയ്യുന്നതിൻ്റെ രീതിയൊക്കെ അനുസരിച്ച് ലോക സാമ്പത്തിക ക്രമം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിക്സ് എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യത്തിലോട്ട് നമ്മൾ വരികയാണ്.
അതെ. അപ്പം ബ്രിക്സിലോട്ട് രാജ്യങ്ങൾക്ക് തന്നെ നമ്മൾ ആദ്യത്തെ പ്രിഫറൻസ് നമ്മൾ കൊടുക്കും. ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ആദ്യത്തെ പ്രിഫറൻസ് കൊടുത്തിട്ട് രാജ്യങ്ങളുടെ എണ്ണം കൂടി നമുക്കൊരു വെർട്ടിക്കൽ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട് മഹീന്ദ്ര എയർസ്പേസും ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി പ്രൈവറ്റ് കമ്പനികൾ ഈ എയർക്രാഫ്റ്റ് പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ സഹായത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിനേക്കാളും വളരെ മുൻപ് തന്നെ ഈ വിമാന മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ അതിഥികൾ വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് ശുഭ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി കാത്തിരിക്കാം. 2027 ഇന്ത്യയുടെ യാത്രാ വിമാനം 2027 ഡിസംബർ ആകുമ്പോഴത്തേക്കും 100ഓളം യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആകാശയാനം നമ്മുടെ ചക്രവാളത്തിലേക്ക് കുതിച്ചുയരട്ടെ. അതല്ല, ഈ വിമാനം ലോകത്ത് 5 വിമാന കമ്പനികൾ ഇപ്പോൾ ഉപയോഗത്തിലുണ്ട്. ഒരു പുതിയ ഇതല്ല, ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് മാത്രമാണ് പുതിയത്. അതെ, ആൾറെഡി 5 കമ്പനികൾ നമ്മളിത് ഉപയോഗത്തിലുണ്ട്. 2008 ഇന്ത്യയിലത് നിർമ്മിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ വെർഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ സംഭവിക്കട്ടെ. എല്ലാ ഭാവുകങ്ങളും ആശംസിക്കാം.